റിലയൻസിന്റെ ടെലികോം വിഭാഗമായ ജിയോ 2026 ആദ്യ പകുതിയിൽ പബ്ലിക് ലിസ്റ്റിംഗിന് വിധേയമാകുമെന്ന് ചെയർമാൻ മുകേഷ് അംബാനി പ്രഖ്യാപിച്ചു. അനുമതികൾ ലഭിച്ചാൽ 2026 ആദ്യ പകുതിയിൽ ജിയോ ഓഹരി വിപണിയിലെത്തുമെന്ന് അംബാനി വ്യക്തമാക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് വാർഷിക ജനറൽ ബോഡി യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇനി എവിടെയും വിജയിയെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് വ്യക്തമാക്കി ഡിഎംഡികെ ജനറൽ സെക്രട്ടറിയും വിജയകാന്തിന്റെ ഭാര്യയുമായ പ്രേമലത. എന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയ് നേട്ടമുണ്ടാക്കുമെന്ന് പ്രേമലത വിജയകാന്ത് പറഞ്ഞു. ഒറ്റയ്ക്ക് മത്സരിച്ചാലും തമിഴക വെട്രിക്കഴകം നേട്ടമുണ്ടാക്കും. 2006 ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് മത്സരിച്ചാണ് നേട്ടമുണ്ടാക്കിയതെന്ന് പ്രേമലത വിജയകാന്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമ്മയെയും അധിക്ഷേപിച്ചതായി ആരോപിച്ച് ബിജെപി. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന റാലിക്ക് എത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് മോശം ഭാഷയിൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും എതിരെ അധിക്ഷേപം നടത്തിയത്. അടുത്തിടെ നടി കുക്കു പരമേശ്വരനെതിരെ നടി മല്ലിക സുകുമാരൻ രംഗത്തെത്തി. അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ച് കുക്കു സംസാരിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. ഇതിനോടായിരുന്നു മല്ലികയുടെ പ്രതികരണം. രൂക്ഷമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത്. ഇപ്പോഴിതാ വിഷയത്തിൽ മല്ലികയെ വിമർശിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന ചാനലിലൂടെയാണ് പ്രതികരണം. വായിക്കാം. ലൈംഗികാരോപണം നേരിടുന്ന പാലക്കാട് എംഎൽഎയും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് നടി സീമജി നായർ. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതുപോലെ ചില നിക്ഷിപ്ത താൽപര്യക്കാർ രാഹുലിനെ വേട്ടയാടുകയാണ് എന്നും രാഹുൽ ഈശ്വറിനെ പോലുള്ള ചിലർ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നും സീമ പറഞ്ഞു. ഏത് മൂഡ്? ഓണം മൂഡ്. ഇത്തവണ റീൽസുകൾ അടക്കി വാഴുന്ന ഗാനമായി മാറിയിരിക്കുകയാണ് സാഹസം എന്ന ചിത്രത്തിലെ ഈ ഗാനം. ന്യൂ ജനറേഷൻ വൈബിന് അനുസരിച്ചുള്ള ഈ ഗാനത്തിനൊപ്പം തന്നെ വർഷങ്ങളായി മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനും നിരവധി പാട്ടുകൾ വേറെയുമുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും ജനകീയമായ ഏതാനും പാട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ് ഇവിടെ. താമരശ്ശേരി ചുരം പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി എം. വയനാട് ജില്ലയുടെ ജീവനാഡിയായ താമരശ്ശേരി ചുരം പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും തുടർച്ചയായ മണ്ണിടിച്ചിലുകൾ തടയുന്നതിന് വിദഗ്ധ സമിതിയെ അടിയന്തരമായി നിയോഗിക്കണമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായി പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. കൊച്ചിയിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടക്കുന്ന സ്കിൽ ഗ്ലോബൽ സമ്മിറ്റിലൂടെ 1,00,000 ജോലികൾ ലഭ്യമാകുമെന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡി.എം. തോമസ് എസ്. നിരവധി ദേശീയ അന്താരാഷ്ട്ര വിദഗ്ധർ പങ്കെടുക്കുന്നു. 100ലേറെ കമ്പനികളുടെ HR മാനേജർമാരും സമ്മിറ്റിൽ പങ്കെടുക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്ന കത്ത് എഴുതി ബിന്ദു അമ്മിണി. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് ശേഷം ക്ഷേത്ര ദർശനത്തിന് എത്തി ബിന്ദു അമ്മിണി വിവാദത്തിലായിരുന്നു.